ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് വിഷമത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന് ചില കമൻസിലൂടെ ചില വ്യക്തികൾ പറയുന്നു. നിങ്ങളുടെ എനർജി കൂടി എടുക്കണമെന്ന്. ഇന്ന് എടുക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, റീഡിങ് നീണ്ടുപോയില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി എടുക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെയും എൻ്റെ കാർഡിനെയും ഞാൻ പൂർണ്ണമായി യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ലൈഫിലെ എല്ലാ എനർജികളും കാർഡിലൂടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ എനിക്ക് സാധിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി ഈ കാർഡിലേക്ക് പ്രവഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നിങ്ങളും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഇതാണ് നിങ്ങളുടെ കാർഡ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 4 of Wands ആണ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 4, 10, 1, 8, 1, 2, 8, 12, 3, 9, 14, 15, 5, 6, 1, 7. ഈ മാസമോ ഈ ഡേറ്റോ നിങ്ങളുമായിട്ട് എന്തെങ്കിലും രീതിയിൽ റെസൊനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ തേർഡ് പാർട്ടി ഇവരുമായിട്ട് കണക്ട് ചെയ്ത മാസമോ ദിവസമോ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റെസൊനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഇവിടെ ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ എനർജി, എയർ എനർജി ജെമിനി, ലിബ്ര, അക്വേറിയസ്, എർത്ത് എനർജി ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, വാട്ടർ എനർജി ക്യാൻസർ, സ്കോർപിയോ, സ്പൈസീസ് എനർജികളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ്. ഇത് നിങ്ങളുടെ എനർജിയാണ് എടുക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം, ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജി വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 5 of Wands. നല്ല രീതിയിൽ നിങ്ങൾ വഴക്കുണ്ടായതായിട്ട് കാണുന്നുണ്ട് ഈ അടുത്ത സമയത്ത്. ഓക്കെ, എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരം ഉണ്ടായതായി കാണുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾക്ക് മനസ്സിൻ്റെ കോൺഫ്ലിക്റ്റ് ആണ്. നിങ്ങളുടെ മനസ്സിനകത്ത് കിടന്ന് അടി ഉണ്ടാക്കുന്നത് പോലെ നെഗറ്റീവും പോസിറ്റീവും തങ്ങൾ നല്ല രീതിയിൽ അടി ഉണ്ടാക്കി നിങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ, സമാധാനമില്ല, ഉറക്കമില്ല, ഭക്ഷണമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ മാനസികാവസ്ഥ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം അടുത്ത സമയത്തായിട്ട് ഉണ്ടായതായി കാണുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നു. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയമാണ് അത് അനുഭവപ്പെടുന്നത്. 4 of കപ്പിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വിഷമത്തോടു കൂടി ചിന്തിക്കുന്ന അവസ്ഥ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മൂവ് ഓൺ ചെയ്ത വ്യക്തിയായിരിക്കാം. എങ്കിൽ പോലും പഴയ കാര്യങ്ങൾ ഓർത്ത് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ കാണിച്ചു, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം മനസ്സിലിട്ട് നിങ്ങളോട് തന്നെ, നിങ്ങളുടെ ആത്മാവും നിങ്ങളും തങ്ങളെ കോൺഫ്ലിക്റ്റ് ആവുന്ന വ്യക്തികളുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കോൺഫ്ലിക്റ്റിൽ ആയ വ്യക്തികളുമുണ്ട്. ഓക്കെ, ഒന്ന് സൂക്ഷിക്കുക. ഇതുവരെയും നിങ്ങൾക്ക് അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ തങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങൾ വാക്കുകളെ സൂക്ഷിക്കുക. വഴക്കുകളൊന്നും ഉണ്ടാകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, നല്ല രീതിയിൽ സംസാരിച്ച് കോംപ്രമൈസിലാകാൻ ശ്രമിക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ റിലേഷൻ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലായിരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കോൺഫ്ലിക്റ്റിൻ്റെ സമയമാണ്. നിങ്ങളുടെ മനസ്സ് സ്വസ്ഥതയില്ലാത്ത, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു വിഷമം മനസ്സിൽ വെച്ചിട്ട് മറ്റുള്ളവർ ചിലപ്പോൾ നോർമലായിട്ടെങ്കിലും നിങ്ങളടുത്ത് വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം നിങ്ങളുടെ ആ വിഷമം കാരണം നിങ്ങളുടെ സമനില തെറ്റിപ്പോകുന്ന അവസ്ഥ. ഇപ്പോൾ കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ഒന്ന് വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ കൂടി പോലും നിങ്ങൾ കടന്നു പോകുന്നു. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ സ്വയം ദേഷ്യം തോന്നുന്നു. ഈ ഒരു എനർജിയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 of പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് എടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 8 of പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് റിലേഷൻ സിറ്റുവേഷനിൽ 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് 10 ഓഫ് വാൺസിൻ്റെ ബേർഡൻ ആയിരുന്നു എങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം ഒരുപാട് മാനസിക പ്രശ്നങ്ങളും ഓവർ തിങ്കിങ്ങും നെഗറ്റിവിറ്റീസും കാരണം നിങ്ങൾക്ക് അവരിൽ നിന്നും ഇവരിൽ നിന്നും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറാനുള്ള സമയങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം എന്തായാലും റിലേഷൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയ്ക്കും ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് ആ ബേർഡൻ മാറി കിട്ടുന്നില്ല. അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ ചിലപ്പം ഒരു രാവും പകലും ഇരുന്ന് അഫർമേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പൂജകൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും ഓവർ തിങ്കിങ് മാറുന്നില്ല. നിങ്ങൾ നെഗറ്റിവിറ്റീസ് ആയിട്ടുള്ള ഓവർ തിങ്കിങ് നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടൊരു മറുപടി ലഭിക്കാത്തതാണ് റിലേഷൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സാമ്പത്തിക തടസ്സം ഉണ്ടോ? അതെന്തുകൊണ്ടാണ് സാമ്പത്തിക തടസ്സം വന്നത് എന്നുള്ളതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലാണ് സാമ്പത്തിക തടസ്സം എന്തുകൊണ്ട് വന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. 2 ഓഫ് പെൻറ്റിക്കിൾ ആണ്. നിങ്ങൾക്ക് ജഗ്ലിംഗ് ആണ്. സാമ്പത്തിക തടസ്സത്തിൻ്റെ കാരണം നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചിരിക്കുന്ന വ്യക്തിയുടെ നെഗറ്റിവിറ്റീസ്. നിങ്ങൾ ഇപ്പം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിച്ചാൽ ആ ഒരു കാര്യത്തിന് മാത്രമല്ല ആ നെഗറ്റീവ് എഫക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ആ നെഗറ്റിവിറ്റീസ് വരും. നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ ജോലി, ഈ നെഗറ്റിവിറ്റീസ് ഇങ്ങനെ പടർന്ന് പൊയ്ക്കൊണ്ടിരിക്കും. ഒരു പകർച്ചവ്യാധി പോലെയാണ് നിങ്ങളുടെ സാമ്പത്തികത്തിലേക്കും നിങ്ങളുടെ ജോലിയിലേക്കും നിങ്ങളുടെ റിയൽ ലൈഫിലേക്കും എല്ലാം നെഗറ്റിവിറ്റീസ് പടരുന്നത്. അത് കാരണം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ, എൻ്റെ പേഴ്സൺ വരുമോ, എന്നെ ചതിച്ചു. അപ്പോൾ ഈ ചതി എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റായിട്ട് വരുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഫോമാണ് ഉണ്ടാകുന്നത്. ആ നെഗറ്റീവ് ഫോം നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും നിങ്ങളുടെ റിയൽ ലൈഫിലും ഒക്കെ അത് ഏത് രീതിയിലും എഫക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ അഴിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുമുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. അതിൻ്റെ നെഗറ്റിവിറ്റീസ് പൂർണ്ണമായിട്ടും നിങ്ങളെ നീക്കിക്കളയുക. പല വ്യക്തികളും സംസാരിക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ്, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഞാൻ നെഗറ്റീവായിട്ട് എപ്പോഴും എന്നെയാണല്ലോ തള്ളിക്കളയുന്നത്, എന്നെ ആർക്കും വേണ്ട, എന്നെ ചതിക്കുന്നു. അപ്പോൾ ആ ഒരു എന്നെ ചതിക്കുന്നു എന്നുള്ള എനർജിയാണ് നിങ്ങളിൽ കൂടുതലും വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കും അവിടെ ചതിയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും അനുഗ്രഹിച്ച് തരാനിരിക്കുന്നത് പോലും നിങ്ങളുടെ വായിൽ നിന്നും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചായിരിക്കും നിങ്ങൾ പറയുന്നത്, എൻ്റെ പേഴ്സൺ എന്നെ ചതിച്ചിരിക്കുന്നു, ഞാൻ ഒന്നിനും കൊള്ളാത്തവളായി തീർന്നിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് വരും. അപ്പം നിങ്ങളുടെ റൂട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഓവർ തിങ്കിങ്, അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ വരട്ടെ, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക, അതിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ചിലപ്പോൾ നമുക്ക് സാധ്യതകളൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ലായിരിക്കാം. സാധ്യതകളെല്ലാം അസ്തമിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് വേണ്ടി വരുന്നത്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് വരും. പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ ഒരസ്ഥി പോലും നീട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. എല്ലാം ദൈവത്തിലേക്ക് ഭാരമേൽപ്പിക്കുക. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുക. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. ഓക്കെ, ജഗിൾ ചെയ്യാതിരിക്കുക. 2 മനസ്സോടുകൂടി എപ്പോഴും നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള മനസ്സാണ് നിങ്ങളുടെ ഏതൊരു കാര്യത്തിലും. ഇപ്പോൾ സാമ്പത്തികത്തിന് നിങ്ങൾ കൊടുത്തിരുന്നാലും ചീറ്റിംഗ് അങ്ങനെ കിട്ടുമോ, എനിക്കത് കിട്ടുമോ എന്ന് ചോദിക്കുന്നിടത്ത് അപ്പോഴെയാണ് നിങ്ങൾ സാമ്പത്തികമായിട്ട് എനിക്കത് ലഭിക്കുമോ ഇല്ലേ, അതോ നമ്മളെ പറ്റിക്കുമോ, ഇങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞു. പിന്നെ ആ നെഗറ്റീവ് അഴിച്ചെങ്കിൽ മാത്രമേ ഒരു പോസിറ്റീവ് നിങ്ങളിലേക്ക് കടന്നു വരൂ. അപ്പം നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക. എത്ര കഷ്ടങ്ങളാണെങ്കിലും അത് എനിക്കുള്ളത് തന്നെ എന്ന് നിങ്ങളൊരു വിശ്വാസത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഏത് കെട്ടുകളും നിങ്ങളുടെ മുന്നിൽ അഴിയപ്പെടും ആണെന്ന്. ഓക്കെ, അടുത്ത് നോക്കാം. റിലേഷൻഷിപ്പിന് എന്താണ് തടസ്സം? നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്ത് തടസ്സമാണ് ഉള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് തടസ്സമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത്? പേജ് ഓഫ് സോഡാണ്. റിലേഷൻഷിപ്പിൽ തടസ്സം എന്ന് പറയുന്നത് അന്വേഷണം. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അപ്പം ആ ഒരു അന്വേഷണം വീണ്ടും തുടരുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണെ എങ്ങനെയെങ്കിലും ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഓവർ തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെലിപ്പതി വഴിയെങ്കിലും നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ വെറുതെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സുകൾ വഴിയോ ചില കാര്യങ്ങൾ അറിയുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ അറിവില്ലാത്തവരാണെങ്കിൽ ടെലിപ്പതി നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴെല്ലാം ചിന്തിക്കും, എൻ്റെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പം ആയിരിക്കും,
തേർഡ് പാർട്ടിയോടൊപ്പം സന്തോഷമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങൾ ടെലിപ്പതി, നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച്, സോൾ ഉപയോഗിച്ച് നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട്. പല വ്യക്തികളും പറയുന്നുണ്ട്, ഞാൻ മെസ്സേജ് അയക്കുന്നില്ല, കോളോ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ ടെലിപ്പതി സന്ദേശം, പണ്ടുള്ളവർ ഈ ഫോണിനെക്കാളും കൂടുതൽ ഉപയോഗിച്ചിരുന്നതാണ് ടെലിപ്പതി. മാനസികമായിട്ട് യാത്ര ചെയ്തു പോയി നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ളത് ഇങ്ങനെ ചിന്തിച്ച് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് പോലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തോട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തെടുക്കുകയായിരിക്കും, ഇപ്പോൾ വരുന്ന സമയമായി, ഇപ്പം അങ്ങനെയായി ഇങ്ങനെയായി എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവളുമായിട്ട് അങ്ങനെയാണ്, ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട്, അവളും കൂടെ കാണും, അല്ലെങ്കിൽ അവനും കൂടെ കാണും എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യുന്നു. ടെലിപ്പതി ഉപയോഗിച്ചെങ്കിലും നിങ്ങളുടെ സോൾ അവിടെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സോളിനെ പിൻവലിക്കുക. നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ നിങ്ങൾ നിൽക്കുക. ഓക്കെ, ഓവർ തിങ്കിങ് ആണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് കാരണം. മറ്റ് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ ചില ഫോട്ടോസുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട് നിൽക്കുന്ന ഇത് വീണ്ടും റിപ്പീറ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നു. നിങ്ങൾ വിചാരിക്കുകയും തേർഡ് പാർട്ടിയുമായിട്ട് അവർ സന്തോഷത്തിലാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ അഫർമേഷനായിട്ട് മാറുകയും നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നെഗറ്റിവിറ്റീസ് വരികയും ആ നെഗറ്റിവിറ്റീസ് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലും നിങ്ങളുടെ റിയൽ ലൈഫിലും ഈ ഒരു നെഗറ്റിവിറ്റി പടരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും റൂട്ട് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അതിൽ വരുന്ന നെഗറ്റിവിറ്റീസാണ് ഈ മറ്റ് എനർജിയിലേക്ക് കടന്നു പോകാൻ കാരണം. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായിരുന്നാലും ഏക പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ മറ്റുള്ള വ്യക്തികളിലേക്ക് ചേസ് ചെയ്യാൻ വിടാതിരിക്കുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സിറ്റുവേഷൻ റിമൂവ് ചെയ്യുക. എനിക്ക് ഇനി ഈ സിറ്റുവേഷനിൽ ഇരുന്ന് വിഷമിക്കാനോ ആ വ്യക്തിയെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. അതിനുശേഷം പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും നിങ്ങൾ ഒരിക്കലും ഡിലീറ്റ് ആവത്തില്ല. അപ്പം ആ ഒരു ഓർമ്മയെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബിസി ആകുക. മറ്റ് ചില സന്തോഷങ്ങളെ കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഇടാനേ പറ്റൂ. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ കയറിയ ഓർമ്മകളും സന്തോഷങ്ങളും ഒന്നും നമുക്ക്, വിഷമങ്ങളും ഒന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അതിന് പകരം അതിൻ്റെ മുകളിൽ വീണ്ടും പല ചിന്തകളും കൊണ്ടുവന്നിട്ട് അതിനെ അടിയിലാക്കി അതിന് സ്പേസ് കൊടുക്കാത്ത രീതിയാക്കി വെക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. മനഃപൂർവ്വമായിട്ട് കൊടുക്കാനേ പറ്റൂ. നിങ്ങൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള, നിങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ചതിച്ചു, നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയിലേക്ക് കടന്നുപോയി എന്നുള്ള തലച്ചോറിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റയുണ്ട്. ആ ഡേറ്റയാണ് ഡെയിലി നേരം വെളുക്കുമ്പോൾ തന്നെ നിങ്ങൾ രാത്രി ചിന്തിക്കുന്നതാണ് റിപ്പീറ്റായിട്ട് രാവിലെ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഉറക്കം ഉണരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അത് തലച്ചോറ് ഡേറ്റ വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കംഫോർട്ട് സോണിലാണ് ആയിരിക്കുന്നത്. ആ കംഫോർട്ട് സോണിൽ നിന്നും പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരിക. ഇതുവരെയും കൊടുക്കാത്തതായിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ഡേറ്റകൾ നിങ്ങളുടെ തലച്ചോറിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് സോണിൽ നിന്ന് നിങ്ങൾ പുറത്താകുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഓർമ്മയിൽ പോലും വരാതെ നിങ്ങൾ താഴേക്ക് പോകും. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ചെറിയ യൂട്യൂബിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പെയിൻറ്റിങ് ഇഷ്ടമാണെങ്കിൽ പെയിൻറ്റിങ് ചെയ്യുക. നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ പേഴ്സണലിലേക്ക് പോകാതെ വണ്ണം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ചെടികളെ വളർത്തുക, പൂക്കളെ ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഒരു ചെറിയ കൈത്തൊഴിലുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റീസിനുള്ള പരിഹാരം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ഈ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ സാമ്പത്തികമായിട്ടും ഈ റിലേഷൻഷിപ്പിലുമുള്ള എല്ലാ തടസ്സങ്ങളും മാറി വരുന്ന പരിഹാരം എന്താണ് യൂണിവേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. വാവ്, 9 ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കൂടെ ആരാണോ ആ വ്യക്തികളുമായിട്ട് നിങ്ങൾ ഹാപ്പിയായി ഇരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരിക്കൂ. ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാതെ നിങ്ങൾക്ക് മറ്റ് സന്തോഷത്തിന് വേണ്ടി പോകുമ്പോൾ ആ ഒറ്റയ്ക്കിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിലും അവരുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരെയും കൊണ്ട് കൈപിടിച്ച് നടക്കണം, പുറത്തോട്ടൊക്കെ പോകണം,
ആ ഒരു മനസ്സിനൊരു സന്തോഷം നിങ്ങൾ കൊടുത്തു നോക്ക്. നിങ്ങളുടെ കൂടെയുള്ള സോളിനെ നിങ്ങൾ കാണാതെ നിങ്ങൾ വേണ്ടാതെ പോകുന്ന സോളിലേക്ക് നിങ്ങൾ കടന്നുപോയി നിങ്ങൾ വിഷമിക്കുകയും നിങ്ങളുടെ സോളിനെ വിഷമിപ്പിക്കുകയും കൂടെയുള്ള വ്യക്തികൾക്ക് യാതൊരു പോസിറ്റിവിറ്റിയും കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുമോ, നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുക. നിങ്ങളുടെ കൂടെ ആരാണോ, അച്ഛനാണോ അമ്മയാണോ, അവർക്ക് നിങ്ങൾ നിങ്ങളുടെ സമയം കൊടുക്കുക. കുറച്ച് നേരം അവരുമായിട്ട് സംസാരിക്കുക. അവരെ സന്തോഷപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക. നിങ്ങൾക്ക് അതോടുകൂടി നിങ്ങളുടെ സമയം അനുകൂലമായി വരും. ഇപ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് നിങ്ങളെ നൽകുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ കൂടെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ സന്തോഷിക്കാൻ സമയം കണ്ടെത്തുക. അതോടുകൂടി നിങ്ങളുടെ സമയം പോസിറ്റീവായിട്ട് വരും. നിങ്ങൾ പോസിറ്റീവ് ആകണമെങ്കിൽ, നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ തൊട്ടടുത്ത്, നമുക്ക് ഇവിടുന്ന് അങ്ങ് ഒരുപാട് 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് ചാടാൻ പറ്റത്തില്ല. നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നത് നമ്മുടെ തൊട്ട് മുന്നിലുള്ള സ്ഥലത്തായിരിക്കും നമുക്കൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ സ്റ്റെപ്പ് നമ്മുടെ തൊട്ട് മുന്നിലുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ സന്തോഷിക്കുക. ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം. ആരാണോ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾ സന്തോഷിപ്പിക്കുക. അവരോടൊപ്പം സന്തോഷം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവിൻ്റെ എനർജി വന്നു തുടങ്ങും. അപ്പം നിങ്ങൾക്ക് മറ്റൊരാളിൻ്റെ ഓറ പവർ കൂടി, നല്ലൊരു പോസിറ്റീവ് ഓറ കൂടി നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ സാമ്പത്തിക പ്രശ്നങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളെല്ലാം മാറി വീണ്ടും പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സഹോദരങ്ങളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾ അവരോടൊപ്പം സന്തോഷിക്കുക. അതെല്ലാം നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ യാത്ര പോകുക. പ്രകൃതിയുടെ അതിഭംഗിയായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ കണ്ട് നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കുക. ഓക്കെ, നിങ്ങളുടെ സോളിനെ, കൂടെ നിൽക്കുന്ന നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കാതെ നിങ്ങൾക്കൊരിക്കലും ഇതൊന്നും കടന്നു പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വന്തം എന്ന് പറയുന്നത് നിങ്ങളുടെ സോള് മാത്രമാണ്. ആ സോളിനെ, നിങ്ങൾ സ്വന്തമായതിനെ നിങ്ങൾ സന്തോഷിപ്പിക്കാതെ നിങ്ങൾ മറ്റൊന്നിന് കാത്തിരുന്നാൽ നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും നെഗറ്റിവിറ്റീസും എല്ലാം ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നാണ്. ആ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറണമെങ്കിൽ നിങ്ങൾ ഹാപ്പിയാകുക, നിങ്ങളോടൊപ്പമുള്ളവരെയും ഹാപ്പിയാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം അനുകൂലമാവും. ദ വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. നിങ്ങളത് ചെയ്തു നോക്കിയാൽ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താകും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ എന്താകും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്തിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല, കോൾ അയക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ പൂർണ്ണമായിട്ടും ഈ നെഗറ്റിവിറ്റീസിനെ നിങ്ങളും ഇഗ്നോറിങ് ചെയ്യും, നിങ്ങളും വിട്ടുപോകും. ഓക്കെ, നിങ്ങളെ എന്താണോ ഇഗ്നോർ ചെയ്തത് അത് ഫ്യൂച്ചറിൽ നിങ്ങളതിനെ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പിറകെ നടക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ നടക്കുന്നത്. ഒരു കോളിനോ മെസ്സേജിനോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കോളിനോ മെസ്സേജിനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള സമയം ഫ്യൂച്ചറിൽ നിങ്ങൾക്കുണ്ടാകും. 5 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ചതിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിച്ച് കാത്തു നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനിക്കുന്നതായിട്ടുള്ള അവസ്ഥ നിങ്ങൾ വന്നു ചേരും ഫ്യൂച്ചറിൽ. നിങ്ങൾ ആ ഒരു സമയത്ത് ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയിലേക്ക് വരും. നിങ്ങൾ സ്ട്രോങ് ആവും. നിങ്ങൾ വളരെ സ്ട്രെങ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുക, അയ്യോ ഞാൻ അവരെ ആ ഒരു സമയത്ത് വിട്ടുകളഞ്ഞത് വളരെ തെറ്റായി പോയല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഈ ഒരു 2 കാർഡും നിങ്ങളെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങൾക്കാണ് ഈ അവസ്ഥയെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ സ്ട്രോങ് ആകും. ഓക്കെ, ഒരു രാജകുമാരിയെ പോലെ നിങ്ങൾ സ്ട്രോങ്ങും ശക്തിയും ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെട്ടതിലോർത്ത് വിഷമിക്കുന്നതായിട്ടുള്ള ഫ്യൂച്ചറാണ് വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, അടുത്ത നമുക്ക് ചോദിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ, ഇപ്പോൾ ലവ് തേർഡ് പാർട്ടിയും ഫാമിലി തേർഡ് പാർട്ടിയും എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് ലവ് തേർഡ് പാർട്ടിയുടെയാണ്, രണ്ടാമത്തെ കാർഡ് ഫാമിലിയുടെയാണ് എടുത്തിരിക്കുന്നത്.
ലവ് തേർഡ് പാർട്ടിക്ക് നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ്. ജഡ്ജിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലവ് തേർഡ് പാർട്ടിക്ക് അവിടെ ഒരു താല്പര്യവും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ജഡ്ജിമെൻ്റ് ആണ്. അവർ വിട്ട് നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് കടന്നു പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. മാനസികമായിട്ട് യാതൊരു അട്രാക്ഷനും ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഇല്ല. ലവ് തേർഡ് പാർട്ടിയോടാണ് മാനസികമായിട്ട് യാതൊരു അട്രാക്ഷനും ഇല്ല. അവിടെ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ വിട്ടു പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഫാമിലി തേർഡ് പാർട്ടിയോടൊപ്പം ഒരു ഗ്രോത്താണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയോടൊപ്പം ഇപ്പോൾ ഹാപ്പിയായി. ഇതുവരെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ ഇപ്പം പേരൻസ് ആകാം, അതല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, ആരുമായിട്ടെങ്കിലും ഇതുവരെയും ഒരുപാട് നെഗറ്റീവോട് കൂടിയാണ് നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അടിയും വഴക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രോത്താണ് കാണുന്നത്. അവർ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. 6 ഓഫ് പെൻറ്റിക്കിളാണ്. ഇതുവരെയും അവിടെ പ്രയോറിറ്റി കൊടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഫാമിലിയിൽ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്. ഫാമിലി തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ് നിങ്ങളെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഭാഗത്തേക്കല്ല, അവരുടെ ഫാമിലിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. ഇപ്പം ലവ് തേർഡ് പാർട്ടി വരുമ്പോൾ നിങ്ങളാണ് ഫാമിലി. അപ്പം നിങ്ങളിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ലവ് തേർഡ് പാർട്ടിയോട് ഇവിടെ ശക്തി കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലവ് തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ റീയൂണിയൻ സംഭവിക്കുമോ എന്നുള്ളതാണ്. ഓക്കെ, ഇത് ലവ് തേർഡ് പാർട്ടിക്കാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത് ലവ് തേർഡ് പാർട്ടി ഉള്ള ആൾക്കാരാണ്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി ഹസ്ബൻഡ് വൈഫാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഭാഗത്തു നിന്നും ഒരു ചീറ്റിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണ് ലഭിച്ചിരിക്കുന്നത്. ലവ് തേർഡ് പാർട്ടി ഉള്ള വ്യക്തികൾക്ക്, ലവ് തേർഡ് പാർട്ടി ആരാണോ ആ ഒരു ഭാഗത്തു നിന്നും ഒരു ചീറ്റിംഗ് അനുഭവമാണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി വളരെ റൂഡായിട്ടും വളരെ ദേഷ്യത്തിലും സംസാരിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് കടന്നു വരും. ഓക്കെ, ഇപ്പോൾ ഫാമിലി തേർഡ് പാർട്ടി ഉള്ള വ്യക്തികൾക്ക് 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് നോക്കുവാൻ അവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഫാമിലി തേർഡ് പാർട്ടി ഉള്ളവർക്കാണെങ്കിൽ റീയൂണിയന് സാധ്യത കുറവാണ്. ഓക്കെ, അവർ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല, നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. കാരണം നിങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് ഒരു 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. വെയിറ്റിങ്ങിലാണ്, നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ഫാമിലിയിൽ ഹാപ്പിയാണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഫാമിലി തേർഡ് പാർട്ടിയിൽ അവരിപ്പം ഫാമിലിയുമായിട്ട് സന്തോഷത്തിൽ പോവാൻ, അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ അവർ തയ്യാറായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെ വിട്ടുകളഞ്ഞു എന്നല്ല, ഇപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവനും കൊടുത്തിരിക്കുന്നത് ഫാമിലിക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വെയിറ്റ് ചെയ്യണമെന്നുണ്ട്. കുറച്ച് നാളെങ്കിലും കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാമെന്നവർ ചിന്തിക്കുന്നുണ്ട്. അവർ വെയിറ്റിങ്ങിലാണ്. നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല. ഈ ഒരു ദണ്ടിൽ അവർ പിടിച്ചിരിക്കുന്നത് പോലെ നിങ്ങളെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് കോൾ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം തരാനോ നിങ്ങളോട് പ്രണയം കാണിക്കാനോ ഒന്നും അവർക്ക് ഇപ്പോൾ മാനസികാവസ്ഥ അല്ല. അവർ മുഴുവനും അവരുടെ ഫാമിലിക്ക് വേണ്ടി എക്സ്പെൻസ് ചെയ്യുവാനാണ് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഫാമിലി തേർഡ് പാർട്ടി ഉള്ളവർക്ക് ഒരു റീയൂണിയന് സാധ്യത കുറവാണ്. ലവ് തേർഡ് പാർട്ടിയിൽ അവിടെ തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, വഴക്കുകൾ, കൊടുങ്കാറ്റുകളെല്ലാം അടിക്കുകയാണ്. 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ചീറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. ഓവർ തിങ്കിങ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സണെ പിറകിൽ നിന്നും പെയിൻ കൊടുക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെയും കാണുന്നത് അത് തന്നെയാണ്. ലവ് തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ അകന്നു പോകുകയാണ്. ഓക്കെ, ലവ് തേർഡ് പാർട്ടി ആരാണോ അവർക്കൊരു റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫാമിലി തേർഡ് പാർട്ടിക്ക് റീയൂണിയൻ കാണുന്നില്ല. അവർ ഫാമിലിയിൽ ഹാപ്പിയാണ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സന് കുറ്റബോധമുണ്ടോ എന്നാണ്. ഇപ്പം ലവ് തേർഡ് പാർട്ടി ആണെങ്കിലും ഫാമിലി തേർഡ് പാർട്ടി ആണെങ്കിലും നിങ്ങളുടെ പേഴ്സന് കുറ്റബോധമുണ്ടോ? നിങ്ങളെ ഒഴിവാക്കിയതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ മെസ്സേജ് തരാതെ നിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കുറ്റബോധം അവർക്ക് ഉണ്ടോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്.
10 ഓഫ് പെൻറ്റിക്കിളാണ്. ഇപ്പോൾ അവർക്ക് കുറ്റബോധമായിട്ടൊന്നും അവർക്ക് തോന്നുന്നില്ല. അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ അവർ ഹാപ്പി ആയിട്ട് അവരവരെ സോളിനെ ഹാപ്പിയാക്കി കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുകയാണ്. പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അവർ അവരുടേതായ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അവർ കുതിച്ച് ചാടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ എന്താണോ 10 ഓഫ് പെൻറ്റിക്കിളാണ്. അവർ ഹാപ്പി ആവുകയാണ്, എൻജോയ് ആവുകയാണ്. ഫാമിലി ആയിരിക്കാം, ആ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് സന്തോഷത്തിൽ പോകുന്നു. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുവാനോ അല്ലെങ്കിൽ കുറ്റബോധം വരുവാനോ ഇവിടെ സാധിക്കുന്നില്ല. ഇവിടെ വരുന്നത് ഫാമിലി തേർഡ് പാർട്ടി ഉള്ളവരുടെ എനർജി ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. ലവ് തേർഡ് പാർട്ടിയിൽ കുറ്റബോധം തോന്നുന്നത് കാരണം ലവ് തേർഡ് പാർട്ടിയിൽ ഇവിടെ പേഴ്സണ് ഒരുപാട് പെയിൻ കിട്ടുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സൺ കുറ്റബോധം അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളെ ചതിച്ചതിൽ കുറ്റബോധം അനുഭവപ്പെടുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടി ഉള്ളവർക്ക് കുറ്റബോധം, നിങ്ങളുടെ പേഴ്സണ് കുറ്റബോധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓ താങ്ക് യു നോസ്, താങ്ക് യു. 2 കാർഡും കുറ്റബോധത്തിൻ്റെ ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ 4 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്രാർത്ഥിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ. തിരിച്ച് നിങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ കടന്നു വരാനൊന്നും പറ്റത്തില്ല. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കടന്നു വരാൻ പറ്റത്തില്ല. കാരണം അവർ ചെയ്തു വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ നല്ലൊരു മുഖവും വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കയറി വരാൻ പറ്റത്തില്ല. അവർ സമയം അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങളുടെ ഇപ്പം ലവ് തേർഡ് പാർട്ടി ആകുമ്പോൾ നിങ്ങളായിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളിലേക്ക് ലവ് തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയതിൽ കുറ്റബോധമുണ്ട്. ഫാമിലി തേർഡ് പാർട്ടി ആണെങ്കിൽ അവർ ചിന്തിക്കുന്നത് പോലും ഇല്ല. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഇതിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സ് പറയുന്നത് ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് നന്മ തിന്മകൾ നമ്മൾക്ക് ഉണ്ടാകും. ഇവിടെ ഈ വന്നിരിക്കുന്ന ഈ ഒരു ക്ലൗഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മയ്ക്ക് അനുസരിച്ചാണ്. നമ്മൾ കാരണം ആരെങ്കിലും കണ്ണ് നനഞ്ഞിട്ടുണ്ടോ, മനസ്സ് വിഷമിച്ചിട്ടുണ്ടോ, അതിൻ്റെ കർമ്മ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് വരും. അപ്പം നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും നമ്മളുടെ കാർമിക് ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു കപ്പും സ്നേഹവുമായിട്ട് വരും. നമ്മൾ വിചാരിക്കും അത് സ്വർണ്ണക്കപ്പാണ്, അതെൻ്റെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിൻ്റെ അകത്തുള്ളത് പാമ്പാണ് എന്ന് നമുക്ക് പിന്നീടായിരിക്കും മനസ്സിലാക്കുന്നത്. നമ്മുടെ ലൈഫിലേക്ക് കടന്ന് ഇറങ്ങി ചെന്നിട്ട് കയറി വരാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കും അതൊരു പാമ്പായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഡ്രാഗൺ വന്നിട്ടുണ്ട്, ഒരുപാട് അട്രാക്ഷൻ ചെയ്യുന്നത് പോലെ നമ്മളെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ അവർ അട്രാക്റ്റ് ചെയ്യും. ചില വിജയങ്ങൾ നമുക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് തന്ന് നമ്മൾ വിജയിക്കുന്നതായിട്ട് നമ്മളെ ചിന്തിപ്പിക്കും. പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണോ എന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മുടെ കർമ്മ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് മനോധൈര്യം തരുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവവുമായിട്ട് ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വേണം. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് 3 ഓഫ് വാൻസ് ആണ്. ഏത് ദുർഘടമായിട്ടുള്ള പാതകളിലും ദൈവം നിങ്ങൾക്ക് വഴിയൊരുക്കും, നിങ്ങൾക്ക് യാത്രയൊരുക്കും. നിങ്ങൾ വിചാരിക്കും ഈ മലകളും കുന്നുകളും ഇപ്പോൾ അഥവാ നിങ്ങൾ ഏതെങ്കിലും കാർമിക് സിറ്റുവേഷനിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്തു പോയ കർമ്മയുടെ ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ്റെ മധ്യത്തിൽ കൂടി ദൈവം നിങ്ങളെ ഈസി ആയിട്ട് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാത ഒരുക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട്, അതിശക്തമായ വെളിച്ചം നിങ്ങൾക്ക് വഴി ഒരുക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെസനേറ്റ് ആകാത്തവർ വെയിറ്റ് ചെയ്യുക. ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ റീഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ റീഡിംഗ് അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. എൻ്റെ റീഡിംഗ് കടന്നു വരണേ, ഇനി അടുത്തത് വരുമ്പോൾ എൻ്റെ റീഡിംഗ് തന്നെ വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ, ദൈവമേ അടുത്തത് എൻ്റെ റീഡിങ് തന്നെ വരണമേ, എൻ്റെ പേഴ്സൻ്റെയും എൻ്റെയും റീഡിങ് അടുത്തത് എനിക്ക് ലഭിക്കണമേ, ലഭിച്ചതിനായി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ റീഡിങ് അടുത്തത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് കണ്ടിട്ട് എനിക്കൊന്നും വന്നിട്ടില്ല, ഇത് എനിക്കൊന്നും വരാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർക്ക് റീഡിങ് വരത്തില്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ
നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് കൂടി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഇപ്പോൾ 2 എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഫാമിലിയുടെയും എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെയും എനർജി വന്നിട്ടുണ്ട്. ഫാമിലി തേർഡ് പാർട്ടിയുള്ള വ്യക്തികളുടെ മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി നൽകുന്നത്? ഓക്കെ, അടുത്ത നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഹസ്ബൻഡ് ആൻഡ് വൈഫിനുള്ള മെസ്സേജാണ്. ലവ് തേർഡ് പാർട്ടിയോടൊപ്പം പോയ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടിയോടൊപ്പം പോയ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ലവ് തേർഡ് പാർട്ടിയും ഇല്ല, ഫാമിലി തേർഡ് പാർട്ടിയും ഇല്ലാത്ത ചില വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ജോലിയോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് റിലേഷനിലെ മടുപ്പ് കാരണം കടന്നുപോയ വ്യക്തികളുണ്ട്. അവരുടെ മെസ്സേജ്. ഓക്കെ, അപ്പം 3 മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഫാമിലിയാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ മെസ്സേജാണ്. അവരിപ്പോൾ അവരുടെ സന്തോഷത്തിലെല്ലാം അവർ ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അവരുടെ ലോകത്തായിട്ടാണ് അവരിപ്പം സന്തോഷിച്ച് ജീവിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഇപ്പോൾ 5 ഓഫ് സോഡിൻ്റെ എനർജി. ഇപ്പോൾ നിങ്ങൾ അവരെ ശല്യം ചെയ്താൽ നിങ്ങളുടെ ഇടയിൽ ഒരു വാക്ക് തർക്കത്തിനുള്ള കാരണം ഉണ്ടാകും. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. വഴക്കുണ്ടായ കാര്യത്തെക്കുറിച്ചാണ് ഓർക്കുന്നത്. ഇപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവനും അവരുടെ ഫാമിലിയിലേക്ക് മാത്രമാണ്. ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇപ്പോൾ അവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് കോളെല്ലാം റിജക്റ്റ് ചെയ്യുന്ന എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഏത് വ്യക്തിയിലാണോ ഫാമിലിയിലാണോ ആ ഫാമിലിയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ലവ് തേർഡ് പാർട്ടിയുള്ള വ്യക്തികൾക്ക് സമയം അനുകൂലമാക്കാൻ, കാരണം നേരത്തെ എടുത്തപ്പോഴും ആ എനർജി തന്നെയാണ് വരുന്നത്. ഇത് മുഖത്തോടു കൂടി നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ പേരൻസിനെയും മറ്റും ജനങ്ങളെയും അയൽക്കാരെയൊക്കെ ഏത് രീതിയിൽ ഫേസ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് സമയം അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒരുപാട് കുറ്റബോധം അവർക്ക് ഉണ്ട്. അതെ, നൈറ്റ് ഓഫ് കപ്പാണ് വരുന്നത്. വളരെ മന്ദഗതിയിലാണ് അവർ വരുന്നത്. വരണമെന്നുണ്ട്, പക്ഷേ വളരെ സ്ലോ ആണ്. അവർക്ക് നാണക്കേടും മാനക്കേടും തോന്നുന്നുണ്ട്. നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആക്കിയതിൽ അവർ നാണക്കേടും മാനക്കേടും തോന്നി വരുന്നുണ്ട്. പക്ഷേ സമയം അനുകൂലമാകുന്നതിന് വേണ്ടി കുറച്ചുകൂടി കഴിയട്ടെ, ഇപ്പോൾ പോയാൽ ശരിയാവത്തില്ല, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് അവർ ചില പ്ലാനുകൾ കണ്ടുപിടിക്കുകയാണ്. കാരണം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു എന്നൊക്കെ പല വാദങ്ങളും ഒക്കെ അവർക്ക് നിരത്താൻ വേണ്ടിയിട്ട് അവർ നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്. പക്ഷേ അവർ ഒരു മടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. സമയം അനുകൂലമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വരുമെന്നുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഇതിലൊന്നും പെടാത്ത വ്യക്തികളുണ്ട്. ഇപ്പം ലവ് തേർഡ് പാർട്ടിയും ഇല്ല, ഫാമിലി തേർഡ് പാർട്ടിയും ഇല്ല എങ്കിലും നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തി നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ദ സണ്ണാണ്. അവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് റീയൂണിയൻ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ ഈഗോ അടിച്ചു നിൽക്കുന്ന സമയമാണ്. ഈഗോ ഉണ്ടെങ്കിലും നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് ഇപ്പോൾ ദേഷ്യമുണ്ട്, ചില ഈഗോയുണ്ട്, തല കുനിച്ച് തരാനൊന്നും തയ്യാറാകുന്നില്ല. എങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരും ഒരു നല്ല സണ്ണിൻ്റെ കാർഡാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, എന്തായിരുന്നാലും എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ മാത്രമാണ് ഇവിടെ ഒരു ചെറിയ റീയൂണിയൻ്റെയും പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. ഈ സമയം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സമയം ഒന്ന് അനുകൂലമായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളെൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.